വലിയ നോയമ്പ് ക്രിസ്ത്യൻ വിഭാഗക്കാരെ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് എങ്ങനെ ഒരു വെജിറ്റബിൾ കറി വെക്കുന്നതെന്ന് നോക്കാം. ഒരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അര മുറി സവോള, 1 ക്യാരറ്റ്, ഒരു ചെറിയ പാവയ്ക്ക, 3 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില. വലിയ പാവയ്ക്ക ആണെങ്കിൽ അതിൻ്റെ പകുതി മതി. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇതിലേക്കിടുക. കടുക് മുഴുവൻ പൊട്ടി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇടുക. കറിവേപ്പിലയൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ക്യാരറ്റ്, പാവയ്ക്ക, സവോള, പച്ചമുളക് ഇതെല്ലാം കൂടെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതിട്ട് തീ ഒരു ലോ ഹീറ്റിലേക്കാകുക. എന്നിട്ട് അടച്ചു വെക്കാതെ ഏകദേശം ഒരു 10 മിനിറ്റ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. പാവയ്ക്കായുടെ കൂട്ടത്തിൽ ക്യാരറ്റ് ഇടുന്നത് കൊണ്ട് ആ കയ്പ്പ് പച്ചടിയിൽ കുറവായിരിക്കും. ക്യാരറ്റിൻ്റെ മധുരം ഈ പാവയ്ക്കായുടെ കയ്പ്പിനെ ബാലൻസ് ചെയ്തു വരും. അതിനു വേണ്ടിയിട്ടാണ് പാവയ്ക്കായും ക്യാരറ്റും കൂടെ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുക. വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് സാധാരണയായിട്ട് നമ്മൾ തേങ്ങ അരച്ച് ചേർത്താണ് പച്ചടി വെക്കുന്നത്. ഇത് എൻ്റെ വല്യമ്മച്ചിയുടെ റെസിപ്പിയാണ്. ഇതിൽ തേങ്ങ അരയ്ക്കത്തില്ല. എത്രയും പെട്ടെന്നൊരു പച്ചടി വെക്കാം. ഏത് പച്ചക്കറി വെച്ചും ഉണ്ടാക്കാം. പക്ഷേ ഇവിടെ ഞാൻ ക്യാരറ്റും പാവയ്ക്കായും കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നല്ലതായിട്ട് പച്ചക്കറി വഴന്നു വന്നിട്ടുണ്ട്. ഇതിനെയും തണുക്കാനായിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് തണുത്ത് വരും. 1 കപ്പ് കട്ട തൈര് ഒരു ഫോർക്ക് വെച്ച് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കുക. മിക്സിയിലിട്ട് അടിക്കരുത്. മിക്സിയിലിട്ട് നമ്മൾ അടിച്ചെടുത്താൽ അതിൻ്റെ കൂടുതലങ്ങ് നീണ്ടുപോകും. വീണ്ടും പച്ചക്കറികൾ ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഏറ്റവും പെട്ടെന്ന് നോയമ്പ് കാലത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്, ഒരു സൈഡ് ഡിഷാണ് പച്ചടി. ഇതിൽ തേങ്ങയും അരയ്ക്കുന്നില്ലാത്തതുകൊണ്ട് മിനിറ്റുകൾക്കുള്ളിൽ ഒരു കറി റെഡിയാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.